Hello all, welcome back. Today I am going to discuss the poem A Litany for Survival by Audre Lorde. This particular poem belongs to MA English Gender Studies paper. പോയത്തിലോട്ട് പോകുന്ന മുമ്പ് പോയറ്റിനെ പറ്റി ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ നോക്കാം. ഓഡ്രി ലോഡ് വാസ് ആൻ അമേരിക്കൻ റൈറ്റർ, പ്രൊഫസർ, ഫിലോസഫർ, ഇന്റർസെക്ഷണൽ ഫെമിനിസ്റ്റ്, poet and civil rights activist. She declared herself as a black, lesbian, feminist, socialist, mother, warrior and poet. സൊസൈറ്റിയിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻജസ്റ്റിസിനെ നേരിടാനായിട്ട് സ്വന്തം ലൈഫ് തന്നെ ഓഡ്രി ലോഡ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആസ് എ പോയിറ്റ്, ഷീ ഈസ് വെൽ നോൺ ഫോർ ഹെർ ടെക്നിക്കൽ മാസ്റ്ററി ആൻഡ് ഇമോഷണൽ എക്സ്പ്രഷൻ. ഹെർ പോംസ് മെയിൻലി എക്സ്പ്രസ് ആങ്കർ ആൻഡ് ഔട്ട്റേജ് അറ്റ് സിവിൽ സോഷ്യൽ ഇൻജസ്റ്റിസ്. മെയിനായിട്ടും ഓഡ്രി ലോഡിൻ്റെ വർക്കെല്ലാം റിലേറ്റ് ചെയ്തിരിക്കുന്നത് സിവിൽ റൈറ്റ്സ്, ഫെമിനിസം, ലെസ്ബിയനിസം, ഇൽനെസ്, ഡിസബിലിറ്റി, ബ്ലാക്ക് ഫീമെയിൽ ഐഡൻറ്റിറ്റി എന്നീ ടോപ്പിക്സിനെയാണ്. ഇത് ഫസ്റ്റ് സിറ്റീസ്, ദി ക്യാൻസർ ജേണൽസ് ഇതൊക്കെയാണ് ഓഡ്രി ലോഡിൻ്റെ നോട്ടബിൾ വർക്ക്സ്. ഈ ഒരു പോം 4 സ്റ്റാൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ 3 സ്റ്റാൻസ കുറച്ച് ലോങ്ങറാണ്. അവസാനത്തെ സ്റ്റാൻസ 3 ലൈൻസ് വരുന്ന സ്റ്റാൻസയാണ്. ആദ്യത്തെ സ്റ്റാൻസയിൽ 14 ലൈൻസും രണ്ടാമത്തെ സ്റ്റാൻസയിൽ 10 ലൈൻസും മൂന്നാമത്തെ സ്റ്റാൻസയിൽ 17 ലൈൻസും നാലാമത്തെ സ്റ്റാൻസയിൽ 3 ലൈൻസുമായിട്ടാണ് വരുന്നത്. ഈ ഒരു പോയത്തിലൂടെ സ്പീക്കർ അഡ്രസ്സ് ചെയ്യുന്നത് സൊസൈറ്റിയിൽ മാർജിനലൈസ് ചെയ്യപ്പെട്ട ഒരു കൂട്ടം ആൾക്കാരെയാണ്. അവരുടെ ലൈഫിലുണ്ടാകുന്ന ഫിയറിനെയും അതുപോലെ തന്നെ അവരെങ്ങനെയാണ് ഈ ഒരു സൊസൈറ്റിയിൽ സർവൈവ് ചെയ്യാൻ പാടുപെടുന്നതും അതൊക്കെയാണ് പോയിറ്റ് ഈ ഒരു പോയത്തിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത്. പോയം തുടങ്ങുമ്പോൾ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് മാർജിനലൈസ്ഡ് പീപ്പിളിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് പോയിറ്റ് തുടങ്ങുന്നത്. പോയിറ്റ് പറയുന്നത് ദീസ് പീപ്പിൾസ് വെയർ ലീവ് അറ്റ് ദി ഷോർ ലൈൻ. അവർ ഷോർ ലൈനിലാണ്, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ ഏറ്റവും അറ്റത്തുള്ള ആ ഒരു പ്ലേസിലാണ് അവർ താമസിക്കുന്നത്. ഈ മാർജിനലൈസ്ഡ് ഗ്രൂപ്പിലുള്ള പീപ്പിൾസ് അവരുടെ ലൈഫിൽ എന്ത് ഡിസിഷൻ എടുക്കണമെന്നറിയാതെ സ്റ്റക്കായിട്ട് നിൽക്കുവാണ്. അവരുടെ ലൈഫിൽ അടുത്തത് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നത് അവർക്ക് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് അവരുടെ ജീവിതം. Additionally, the speaker adds that these people were alone and always they were in a crucial point of their life. അവരുടെ ലൈഫും സർവൈവലും ഒക്കെ എപ്പോഴും ഒരു ക്രൂഷ്യൽ പോയിന്റിലൂടെയാണ് കടന്നു പോകുന്നത്. അടുത്തത് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് അവർക്കറിയത്തില്ല. ആൻഡ് ഓൾസോ പോയിറ്റ് മെൻഷൻ എബൌട്ട് എലോൺ. ഈ എലോൺ കൊണ്ട് പോയിട്ട് വ്യക്തമാക്കുന്നത് ഈ ഒരു പീപ്പിൾ ഓൾറെഡി മാർജിനലൈസ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ അവരെ ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനോ ആരും തന്നെ മുന്നോട്ട് വരില്ല. ദീസ് പീപ്പിൾ ഡു നോട്ട് ഹാവ് ദി ലക്ഷറി ടു കൺസിഡർ അതർ ഓപ്ഷൻ ഫോർ ദെയർ ലൈഫ്സ്. അവരുടെ ലൈഫിൽ അവരുടെ ഇഷ്ടം പോലെ സ്വപ്നം കാണാനും അവരുടെ ലൈഫിനെ എൻജോയ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ഡ്രീം കൊണ്ട് ഉദ്ദേശിക്കുന്ന അവരുടെ ഇഷ്ടത്തിനുള്ള സ്വപ്നങ്ങൾ കാണാൻ പോലും അവർക്ക് അവകാശം ലഭിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ അവർക്ക് സ്വപ്നം കാണാനുള്ള പ്ലേസോ ടൈമോ ഒന്നും തന്നെ ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇതിനുശേഷം പോയിട്ട് മെൻഷൻ ചെയ്യുന്നത് ലവിനെ പറ്റിയാണ്. പോയിട്ട് പറയുന്നത് അവരുടെ ലൈഫിലും ലവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, പക്ഷേ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം അവർക്ക് ലഭിക്കുന്നില്ല. ദെയർ ലവ് ഹാസ് ബീൻ ഓൾവേസ് സ്റ്റിൽ കൺഫൈൻഡ് ബിറ്റ്വീൻ ദി ഹവേഴ്സ് ഓഫ് ഡോൺ. അവരുടെ ലവ് അല്ലെങ്കിൽ ഇമോഷൻ സൂര്യൻ അസ്തമിക്കുന്നത് മുതൽ ഉദിക്കുന്നത് വരെയുള്ള ആ ഒരു ടൈം പീരീഡിൽ സ്റ്റക്കായിട്ട് നിൽക്കുവാണ്. പോയിട്ട് ഇതിലൂടെ പറയുന്നത് അവർക്ക് അവരുടെ ലവ് അല്ലെങ്കിൽ ഇമോഷൻ ഓപ്പൺലി എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല. ഓഡ്രി ലോഡ് ഒരു ലെസ്ബിയൻ പോയിറ്റാണ്, അതുകൊണ്ട് തന്നെ LGBTQ കമ്മ്യൂണിറ്റിയാകാം പോയിട്ട് ഇതിലൂടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് അവരുടെ ക്വസ്റ്റ്യൻസിനൊക്കെ തന്നെ ആൻസർ കിട്ടാനും അതുപോലെ തന്നെ അവരുടെ ഈ ക്രൂഷ്യൽ ചോയ്സസിനൊക്കെ സൊല്യൂഷൻ കിട്ടാനും അവരുടെ ആ ഒരു ഡോർവേയിലോട്ട് നിരന്തരം നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇതിലൂടെ പോയിട്ട് അവരുടെ ഹോപ്പിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്നെങ്കിലും അവരെയും നോർമലൈസ് ചെയ്ത് കാണും എന്നൊരു പ്രതീക്ഷ അവരുടെ ലൈഫിലുണ്ട്. ദെൻ പോയിറ്റ് ഓൾസോ ഗീവ് ആൻ എക്സാമ്പിൾ ഓഫ് ബ്രെഡ് ഇൻ ദി മൗത്ത് ഓഫ് ചിൽഡ്രൻ. ഇവിടെ പോയിട്ട് താൽക്കാലികമായിട്ട് അവരുടെ ലൈഫിലുണ്ടായിരുന്ന ആ ഒരു ലോസ് ഓഫ് ഡ്രീംസിനെ മാറ്റി നിർത്താൻ ശ്രമിക്കുകയാണ്. ഈ ഒരു കൂട്ടം ആൾക്കാർ അവരുടെ നഷ്ടപ്പെട്ട സ്വപ്നങ്ങളെ മാറ്റി നിർത്തുകയാണ്. ഈ ഒരു മാറ്റി നിർത്തൽ, ഈ ഒരു നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ ഒരിക്കലും അവരുടെ മക്കളുടെ ലൈഫിനെ ബാധിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഐഡിയൽ ഫ്യൂച്ചറിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു ഉദ്ദേശം കൊണ്ടാണ്. ഈ ഒരു സ്റ്റാൻസിലൂടെ പോയിട്ട് പറയുന്നത് സൊസൈറ്റിയുടെ ഒരു മൂലയ്ക്ക് ഒതുങ്ങിപ്പോയ ഒരു കൂട്ടം ആൾക്കാരെ പറ്റിയാണ്.
ഈ ഒരു കൂട്ടം ആൾക്കാർ അവരുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഡിസിഷൻ എടുക്കാൻ പറ്റാതെ, അവരുടെ സ്വപ്നങ്ങളെ ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ ഒരു മൂലയ്ക്ക് ഒതുങ്ങി പോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ അവരെ ഈ ഒരു ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന, ഈ ഒരു സൊസൈറ്റിയിൽ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ്സ് സപ്രസ് ചെയ്യുകയാണ്. അടുത്തത് സെക്കൻഡ് സ്റ്റാൻസ ഒരു ചെറിയ സ്റ്റാൻസയാണ്. അതിൽ 10 ലൈൻസേ വരുന്നുള്ളൂ. ഇവിടെ പോയിട്ട് മെൻഷൻ ചെയ്യുന്നത് നമ്മുടെ നെറ്റിയിൽ ഒരു ലൈൻ ഉള്ളതുപോലെ തന്നെ ഈ ഒരു സെയിം ഗ്രൂപ്പിൻ്റെ ലൈഫിൽ ഫിയർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇംപ്രിൻ്റ് ചെയ്യപ്പെടുകയാണ്. ഹിയർ പോയിറ്റ് ഓൾസോ ഗീവ്സ് ദി ഇമേജ് ഓഫ് മദേഴ്സ് മിൽക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈഫ് തുടങ്ങിയപ്പോൾ തന്നെ അവരുടെ ആ ഒരു ജേർണിയിൽ പേടി എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് ഇൻബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മദേഴ്സ് മിൽക്ക് എന്ന് പറയുന്നത് അവരുടെ ആ ഒരു ബിഗിനിങ്, ലൈഫിലെ ജേർണിയിലെ ബിഗിനിങ്ങിനെയാണ് പറയുന്നത്. വളരെ കാലം മുമ്പ് തന്നെ തുടങ്ങിയ ഈ ഒരു പേടി ഈ ഒരു ഡോമിനേറ്റ് ആയിട്ടുള്ള സൊസൈറ്റിയിലുള്ള പീപ്പിൾസ് ഒരു വെപ്പണായിട്ടാണ് കണക്കാക്കുന്നത്. അവർ ഈ ഒരു വെപ്പൺ ഈ സപ്രസ്ഡ് ആയിട്ടുള്ള പീപ്പിൾസിന് നേരെ ഉപയോഗിക്കുകയാണ്. സൈലൻസ് ഇവിടെ ഒപ്രഷന് വേണ്ടിയിട്ടുള്ള ഒരു വെപ്പണായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അവരിപ്പോൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെ ഫ്യൂച്ചർ ജനറേഷൻ മനസ്സിലാക്കി അവരുടെ ഈ വിജയത്തിൽ അഭിമാനം കൊള്ളുമെന്ന വിശ്വാസത്തിലാണ്. ഇപ്പോഴത്തെ ജീവിതം അവർക്കൊരു ഐഡിയൽ യൂത്തായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. ഈ ഒരു ജീവിതം കൊണ്ട് വരും ജനറേഷന് വേണ്ടിയുള്ള കുറച്ച് ധൈര്യം നൽകുന്നു എന്നേ ഉള്ളൂ. ഈ ഒരു സ്റ്റാൻസ പോയിട്ട് കൺക്ലൂഡ് ചെയ്യുന്നത് അവരെ ഒരിക്കലും ഈ ഒരു സൊസൈറ്റിയിൽ അതിജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊരു കോൺസെപ്റ്റ് പറഞ്ഞുകൊണ്ടാണ്. നെക്സ്റ്റ് തേർഡ് സ്റ്റാൻസ. ഇതൊരു ലോങ് സ്റ്റാൻസയാണ്. ഈ ഒരു സ്റ്റാൻസയിൽ അവരുടെ പേടിയുടെ മാറ്റങ്ങളെക്കുറിച്ചാണ് പോയിട്ട് പറയുന്നത്. ഒരു സ്റ്റേജിൽ നിന്നും വേറൊരു സ്റ്റേജിലോട്ട് അവരുടെ പേടി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പോയിട്ട് 4 സിറ്റുവേഷൻ യൂസ് ചെയ്താണ് ആ ഒരു ഫിയറിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ്ലി പോയിറ്റ് മെൻഷൻസ് അബൌട്ട് ഫിയർ ഓഫ് ദി റൈസിങ് ആൻഡ് സെറ്റിംഗ് ഓഫ് ദി സൺ. ദീസ് പീപ്പിൾസ് വെയർ അഫ്രൈഡ് ഓഫ് ഇറ്റ് നെവർ റൈസിങ് ഓർ നെവർ റിട്ടേണിങ്. ആദ്യം പോയിട്ട് സണ്ണിൻ്റെ കാര്യമാണ് പറയുന്നത്. മോർണിംഗിൽ സണ്ണ് ഉദിച്ചതിന് ശേഷം അത് അസ്തമിക്കില്ലേ എന്നോർത്തും, അതുപോലെ തന്നെ അസ്തമിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം മോർണിംഗിൽ അത് ഉദിക്കില്ലേ എന്നോർത്തും ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഭയപ്പെടുന്നുണ്ട്. ദെൻ പോയിറ്റ് മെൻഷൻസ് അബൌട്ട് ദി ഫുഡ് ആൻഡ് ഹങ്കർ. അടുത്തത് പോയിട്ട് ഫുഡിനെ കുറിച്ചാണ് പറയുന്നത്. വയറ് നിറയെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അത് ഡൈജസ്റ്റ് ആവില്ലേ എന്നതോർത്തും, അതുപോലെ തന്നെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ അടുത്തതായിട്ട് അവർക്കിനി ഫുഡ് കഴിക്കാൻ പറ്റില്ലേ എന്നോർത്തും അവർ ഭയപ്പെടുന്നുണ്ട്. ദെൻ ദി പോയിറ്റ് ഡിസ്ക്രൈബിംഗ് അബൌട്ട് ദി ഫിയർ ഓഫ് വാനിഷിംഗ് ആൻഡ് അപ്പിയറൻസ് ഓഫ് ലവ്. ഹിയർ ദി പോയിറ്റ് ഡിസ്ക്രൈബിംഗ് അബൌട്ട് ലവ് വിൽ ബി ലീവ് ഓർ ഇറ്റ് കുഡ് നെവർ കം അറ്റ് ഓൾ. ഇവിടെ ലവിനെ കുറിച്ച് പറയുന്നത് പ്രണയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലവ് പെട്ടെന്ന് വാനിഷായി പോകുമോ, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ലവ് ഇനി ഒരിക്കലും നമ്മളെ തേടി വരില്ലേ, അങ്ങനെ ഒരു ഭയത്തെക്കുറിച്ചാണ് പോയിട്ട് പറയുന്നത്. നമ്മൾ മീൻസ് ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അടുത്തതായിട്ട് പോയിട്ട് പറയുന്നത് അവർ സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ വേർഡ്സിനെ കേൾക്കാൻ ആരും കാണത്തില്ല, അതുപോലെ തന്നെ അവരുടെ വേർഡ്സിനെ വെൽക്കം ചെയ്യാൻ ആരും മുന്നോട്ട് വരത്തില്ല. പക്ഷേ അവർ സംസാരിക്കാതിരുന്നാൽ അവരെന്നേക്കുമായി സൈലൻ്റ് ആയിപ്പോവും. ഫിയർ അല്ലെങ്കിൽ അഫ്രൈഡ് എന്ന ഒരു കോൺസെപ്റ്റിൽ എന്നേക്കുമായിട്ട് അവരുടെ ലൈഫ് സ്റ്റക്കായി പോവും. ഈ ഒരു സ്റ്റാൻസിലൂടെ പോയിട്ട് പറയുന്നത് ലൈഫിലെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് പോലും ഈ ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഭയപ്പെടുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഇന്ന് എന്ത് സംഭവിക്കും അല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കും എന്ന ഓരോ കാര്യങ്ങൾ ഓർത്താണ് ഓരോ ദിവസവും അവർ സർവൈവ് ചെയ്യുന്നത്. Here in these 3 lines, the speaker make a decision for the entire group or these suppressed people. പോയിട്ട് പറയുന്നത് ഈ ഒരു മാറിക്കൊണ്ടിരിക്കുന്ന ഇമോഷനെയും സിറ്റുവേഷനെയും കുറിച്ച് ഓർത്തിരിക്കാതെ ബെറ്റർ ടു സ്പീക്കപ്പ് ചെയ്യണം, അവർക്ക് വേണ്ടി അവർ തന്നെ സംസാരിക്കണം എന്നാണ്. ദീസ് മാർജിനലൈസ്ഡ് മെൻ ആൻഡ് വുമൺ മസ്റ്റ് റിമെമ്പർ ദേ വെയർ നെവർ മെൻ ടു സർവൈവ്. ഇവിടെ പോയിട്ട് ആവശ്യപ്പെടുന്നത് അവർക്കൊരിക്കലും അതിജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആ ഒരു ഡോമിനേറ്റഡ് സൊസൈറ്റിയോട് അവർക്കതിന് കഴിയും എന്ന് പറയാനാണ്. ഇനി ഈ ഒരു പോയത്തിൻ്റെ ഓവറോൾ ഐഡിയ നോക്കാം. എ ലിറ്റനി ഫോർ സർവൈവൽ വാസ് റിട്ടൺ ബൈ ദി അമേരിക്കൻ പോയിറ്റ് ഓർഡി ലോഡ്, വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1978 in his collection ദി ബ്ലാക്ക് യൂണിക്കോൺ. The poem mainly describe about the fear of the marginalized communities and their survival. The main idea of the poem is the oppression that was faced by this marginalized community from a dominated group in the society. The speaker concluding this poem by arguing that silence only served to maintain their oppression. And also the speaker encourages the marginalized people to speak up towards this world.
ആൻഡ് ഓൾസോ സ്പീക്കർ പോയിൻ്റ് ഔട്ട് ദാറ്റ് വി നെവർ മെൻ ടു സർവൈവ്. എ ലിറ്റനി ഫോർ സർവൈവൽ എന്നപ്പോൾ മെയിനായിട്ടും മെൻഷൻ ചെയ്യുന്നത് ഒരു കൂട്ടം മാർജിനലൈസ്ഡ് പീപ്പിളിനെയാണ്. സൊസൈറ്റിയിൽ ഒരു മൂലയിലോട്ട് മാറ്റി വയ്ക്കപ്പെട്ട ഒരു കൂട്ടം ആൾക്കാരെ കുറിച്ചാണ് പോയറ്റ് മെൻഷൻ ചെയ്യുന്നത്. ഈ ഒരു പോം തുടങ്ങുന്നത് ഷോർ ലൈനിൽ താമസിക്കുന്ന ഒരു കൂട്ടം പീപ്പിൾസിനെ മെൻഷൻ ചെയ്തുകൊണ്ടാണ്. ദേ വേ സഫറിങ് ത്രൂ ക്രൂഷ്യൽ ചോയ്സസ് ദാറ്റ് വാസ് മെയ്ഡ് ബൈ ഡോമിനേറ്റിംഗ് സൊസൈറ്റി. അവരുടെ ലൈഫിൽ സ്വപ്നങ്ങൾ കാണാനോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനോ അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു അവകാശവും അവർക്ക് നൽകുന്നില്ല. ഈ ഒരു മാർജിനലൈസ്ഡ് പീപ്പിൾ അവരുടെ നഷ്ടപ്പെട്ടു പോയ സ്വപ്നങ്ങളെല്ലാം മാറ്റിവെച്ച് അവരുടെ മക്കൾക്ക് വേണ്ടിയുള്ള ഒരു ഐഡിയൽ ഫ്യൂച്ചറിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ലൈഫിൽ ഏതൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോയാലും പേടി എന്നൊരു കോൺസെപ്റ്റ് അവരുടെ കൂടെ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ ഏതൊരു ചെറിയ സിറ്റുവേഷൻ എടുത്താലും ബാഡ് ഓർ ഗുഡ്, നല്ലതും ചീത്തയും ഉണ്ട് എന്ന ആ ഒരു റിയാലിറ്റിയും അവർ മനസ്സിലാക്കുന്നു. പോയറ്റ് ഈ ഒരു പോം കൺക്ലൂഡ് ചെയ്യുന്നത് പേടിയുണ്ട് എന്ന് വിചാരിച്ച ആ ഒരു പേടിയിൽ തന്നെ ഉറച്ചു നിൽക്കാതെ അവർക്ക് വേണ്ടി അവർ സംസാരിക്കാൻ തുടങ്ങണമെന്നാണ്. അവർക്ക് വേണ്ടി അവർ സംസാരിച്ചില്ലെങ്കിൽ ഒരിക്കലും ഒന്നും ചേഞ്ച് ആവാൻ പോകുന്നില്ല. ദീസ് ഗ്രൂപ്പ് ഹാവ് ടു സ്പീക്ക് അബൌട്ട് ദെയർ നീഡ്സ് ആൻഡ് അതർവൈസ് നത്തിങ് വിൽ എവർ ചേഞ്ച്. ഈ ഒരു പോമിൽ വരുന്ന ആദ്യത്തെ തീം ഫിയർ ആണ്, രണ്ടാമത്തേത് മാർജിനലൈസേഷൻ, മൂന്നാമത്തേത് സൈലൻസ്. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. താങ്ക്